പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയും വിക്രമും കണ്ടുമുട്ടിയാൽ ഭയങ്കര അടിയാണെങ്കിലും വേദ വിക്രമിനെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു അടിപൊളി സ്വപ്നം തന്നെയാണ്. വിക്രം വേദയുടെ അടുത്ത് വന്നിരിക്കുന്നതായും വേദയുടെ കൈ പിടിച്ച് കയ്യിൽ ചുംബിക്കുന്നു, പിന്നീട് കവിളിൽ ചുംബിക്കുന്നു. പിന്നീട് രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് കാട്ടിലൂടെ ഓടിക്കൊണ്ട് പാട്ടുപാടി വളരെ സന്തോഷത്തോടു കൂടി വേദയെ വിക്രം എടുത്തു പൊക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി സ്വപ്നം തന്നെയാണ് വേദ കാണുന്നത്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ് വേദ. എന്നാൽ വിക്രമാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. വിക്രം നല്ല ഉറക്കത്തിലാണ്. വിക്രം ഇങ്ങനെ ഉറങ്ങുന്നതും നോക്കി വേദ ഇങ്ങനെ കണ്ണിമ വെട്ടാണ്ട് നോക്കിയിരിക്കുകയാണ്. നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി കവിളിൽ തലോടും നോക്കിയുണ്ട്. വിക്രം ഉമ്മ വയ്ക്കുന്നതൊക്കെയല്ലേ സ്വപ്നം കണ്ടിരിക്കുന്നത്. ഓ, ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? ഓ, നീ ഉറങ്ങ് വിക്രം, നന്നായി ഉറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് വേദ വീണ്ടും പൊതച്ച് മൂടി കിടന്ന് ഉറങ്ങുകയാണ്. നേരം വെളുത്ത് വേദ എഴുന്നേൽക്കുന്ന സമയത്ത് വിക്രമിനെ കാണുന്നില്ല. വേദ അങ്ങ് പേടിക്കാട്ടോ. എന്നിട്ടിങ്ങനെ വിക്രം വിക്രം നീ ഇത് എവിടെയാ, നീ വിക്രം എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ. ഇത് കേട്ട് വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാടി നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയുണ്ട്. എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ എനിക്ക് ബ്രഷ് ചെയ്യണം വിക്രം, എത്ര ദിവസമായി ബ്രഷ് ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വേഗം തന്നെ പോക്കറ്റിൽ നിന്നും ഒരു കമ്പെടുത്ത് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. വേദ, ഇതെന്താ? ഇത് തന്നെയാണ് ബ്രഷ്. ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കമ്പുണ്ടല്ലോ, ഇതങ്ങ് കടിച്ച് ചവച്ച് ഒരു ബ്രഷ് രൂപത്തിലാക്കി നീ, എന്നിട്ട് നന്നായി ബ്രഷ് ചെയ്യ് എന്ന് പറയാട്ടോ. വേദയ്ക്ക് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രം എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേദ അതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കമ്പിനൊരു ചൊയുണ്ട്, അത് വേദയ്ക്ക് പറ്റുന്നില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതെ നീ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടുള്ളവർ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. അന്ന് ബ്രഷൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കമ്പ് കൊണ്ട് തന്നെയാണ് പല്ല് തേച്ചിരുന്നത്. നീ മരിച്ചു പോകത്തൊന്നുമില്ല ഇതുകൊണ്ട് പല്ല് തേച്ചു എന്ന് വെച്ച്. നീ വേഗം ബ്രഷ് ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വേദ ഇങ്ങനെ വയറിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം എനിക്ക് വിശക്കുന്നു വിക്രം എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ വിക്രം വരുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഷർട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പറിച്ച് വെച്ചിട്ടുണ്ട്. അത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് വേദയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഈ കാട്ടിൽ ഇതൊക്കെ തന്നെ കിട്ടാനുള്ളൂ. നീ ഇത് 3 നേരം നിനക്ക് ഭക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുക, ഒന്നായിട്ടെടുത്ത് കഴിക്കണ്ട കേട്ടോ എന്ന് പറയാണ്. വേദ അത് തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ വേദയ്ക്ക് സന്തോഷമാവുക കേട്ടോ. അവൾ പറയുന്നുണ്ട്, വിക്രം ഇതിലെല്ലാം ഫ്രൂട്ട്സ് ആണല്ലോ, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പേരെന്താ? ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതെ നീ അത് കഴിച്ചോ, ധൈര്യത്തോടെ കഴിച്ചോ. ഏത് ഫ്രൂട്ട്സാണ് എന്ത് ഫ്രൂട്ട്സാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിൽ കഴിച്ചു എന്ന് വെച്ചിട്ട് വേദ അത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഹായ് എന്തൊരു ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ വേദ അടുത്തതായി, വിക്രം എനിക്ക് വാഷ്റൂമിൽ പോകണം വിക്രം എന്നിങ്ങനെ പറയുക കേട്ടോ. വിക്രം വേഗം എഴുന്നേറ്റ് പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്നാൽ ശരി, നീ വാഷ്റൂമിൽ പോയി വാ, ഞാൻ അപ്പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ, എന്ത് പൊട്ടത്തരം നീ പറയുന്നത്, എന്നെ ഒന്ന് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറയാണ് വേദ. അങ്ങനെ വിക്രം വേദയുമായി പതുക്കെ നടത്തിക്കൊണ്ട് അരുവിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശരി, നീ കുളിയെല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും വേദ പറയുന്നുണ്ട്, അതെ നീ അങ്ങനെ അങ്ങ് പോയാലോ, ഞാനിങ്ങനെ ഓപ്പണായിട്ട് നിന്ന് കുളിക്കണമെന്നാണ് നീ പറയുന്നത്? അതെ ആ കിടക്കുന്നൊരു ഷീറ്റ് അത് ഇവിടെയെല്ലാം മറച്ചതാ, പ്ലീസ് വിക്രം എന്ന് പറയാട്ടോ. വിക്രമിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റെന്നും പറഞ്ഞ് വേഗം വിക്രം ചെന്ന് കുറച്ച് കമ്പുകളും പായെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഒരു വാഷ്റൂം, ഒരു കുളി റൂം പോലെ ഉണ്ടാക്കി കൊടുക്കണം. 4 പുറം മറച്ചുകൊണ്ട് തനിക്ക് വേണ്ടി വിക്രം ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് വേദയ്ക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. വേദ, താങ്ക് യു വിക്രം, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രമാണെങ്കിൽ അപ്പുറത്ത് പോയി നിന്ന് വേദ കുളിച്ച് വരുമ്പോഴേക്കും ഓരോ രുവിക്കടുത്ത് പാത്രം കിടക്കുന്നത് കണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി കമ്പ് കൂട്ടി വെച്ച് തീ കൂട്ടി അതിൽ കാപ്പി വെക്കുകയാണ്.
വേദ നനഞ്ഞ ഡ്രസ്സോട് കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് വേദയെ കാണുന്ന വിക്രം അടിമുടി ഇങ്ങനെ നോക്കുകയാണ്. ഇത് കാണുന്ന വേദ ചോദിക്കുന്നുണ്ട്, അതെ എന്തു പറ്റി, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാനേ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, ഇന്നലെ രാത്രി നിനക്ക് പനിച്ചതല്ലേ, ഇനിയിപ്പോൾ ഈ നനഞ്ഞ് ഡ്രസ്സിട്ട് വീണ്ടും പനി കൂടുമോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ പനി കൂടുമെന്ന് ചോദിച്ചപ്പോൾ എന്താ ഞാൻ പറയുക, ഈ കാട്ടിലെ ഡ്രസ്സ് വേറെ കിട്ടുമോ എനിക്ക് ഉടുക്കാനായിട്ട്, അതുകൊണ്ടാണ് കുളി കഴിഞ്ഞ് ഞാൻ ഇത് തന്നെ ഇട്ടത് എന്ന് പറയാട്ടോ. നീ എന്താ ചെയ്യണേന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ നീയല്ലേ എൻ്റെ അടുത്ത് കാപ്പി ചോദിച്ചത്, അപ്പോൾ കാട്ടു തുളസി ഇട്ട് നിനക്കൊരു കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചു, ഇപ്പോൾ ആ കൂട്ടോ നിനക്കിപ്പോൾ തരാം, അവിടെ ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ കാപ്പിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് വേദയ്ക്ക്. അതിനുശേഷം അതിൽ കുറച്ച് കാട്ടുകിഴങ്ങും ഇട്ട് പുഴുങ്ങി കൊടുക്കുന്നുണ്ട്. ഈ വേദയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ്. വിക്രം ഇതിനെയൊക്കെ ചെയ്യാൻ അറിയുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ കാപ്പിയും കിഴങ്ങും എല്ലാം രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. വേദയെ അന്വേഷിച്ചുകൊണ്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവരെ കണ്ടതും നമ്മുടെ കമലാമ്മ ദേഷ്യപ്പെടുക കേട്ടോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട്, എന്താ കമലം വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമലാമ്മയും പത്മയും മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ആ പിന്നെന്താ, എനിക്കറിയാലോ, നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം എന്നും പറയാം, എൻ്റെ വിക്രമിൻ്റെ ഭാര്യയായി സ്വീകരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നത്, എനിക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അത് നടക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത്, അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, അത് ഞങ്ങൾ തലയിടുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു ഫോണ്, അപ്പോൾ അവളെന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടുകയാണ്. നിങ്ങളുടെ വീട്ടിലില്ലേ വേദ എന്ന് ചോദിക്കുന്നുണ്ട് മാഷ്. ഞങ്ങളുടെ വീട്ടിലോ, അപ്പോൾ വേദ ഇവിടെ ഇല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. വേദ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല, അന്ന് കോടതിയിൽ നിന്നും വന്നതിന് ശേഷം വേദയെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നീട് വിക്രമിനെ ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ നമ്മുടെ വിനായകൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ മുത്തശ്ശിയും അമ്മയും കൂടെ കരയാട്ടോ. എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ഞത്തടിച്ച് കരയുന്നുണ്ട്. പക്ഷേ കമലമ്മയ്ക്ക് ഒരു കൂസലുമില്ല ഇതൊന്നും കേൾക്കുന്ന സമയത്ത്. എന്തായാലും മാഷ് പെട്ടെന്ന് തന്നെ വിഷത്തോട് പറയുന്നുണ്ട്, വിഷ നീ ഒന്ന് ആ കുട്ടിക്ക് വിളിച്ചു നോക്കുമെന്ന് പറയാണ്. പക്ഷേ വിളിച്ചു നോക്കുന്ന സമയത്ത് നോട്ട് റീച്ചബിൾ ആണ്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, എടാ വിനയ നീ നമ്മുടെ വിക്രമിനെ ഒന്ന് അടിച്ചു നോക്കുമെന്ന് പറയാണ്. അങ്ങനെ വിക്രമിനെ വിളിച്ചപ്പോഴും ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. കമലാമ്മ പറയുന്നുണ്ട്, എങ്കിൽ ശരി നമുക്ക് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ, അവരെ കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ വേഗം വിനായകൻ പറയുന്നുണ്ട്, അമ്മ എന്ത് പൊട്ടത്തരാണ് ഈ പറയുന്നത്, വേദയെ കാണാനില്ലെന്നും പറഞ്ഞ് പെറ്റീഷൻ കൊടുത്താലേ കേസ് നമ്മുടെയൊക്കെ എതിരായി തിരിയും, അവളെ ഇഷ്ടമല്ലാത്തവരാണ് നമ്മളെന്നും ഇവിടെ താമസിച്ചിരുന്നത്, അവളെ നമ്മളെ ഇഷ്ടമല്ലാഞ്ഞിട്ട് തന്നെയാണ് അവളിവിടെ താമസിച്ചിരുന്നതെന്നൊക്കെ അവരറിയും, അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അകത്തിടുമേ, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാട്ടോ. പിന്നെ മാഷ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകും, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ വെച്ച് അവൾ പോവാനിടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ സമാധാനത്തോടു കൂടി പോകുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നീട് പത്മിയും മുത്തശ്ശിയും കൂടെ കമലാമ്മയോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ മകളോട് നിങ്ങൾ ക്ഷമിക്കണം, അവൾ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം, എങ്കിലും നിങ്ങളൊരമ്മയല്ലേ, ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, എനിക്ക് അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല, എൻ്റെ മകനോട് ഞാൻ ക്ഷമിച്ചു എന്ന് വരും, പക്ഷേ അവൾ എന്നോട് അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത്, അതെനിക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്ന് പറയാട്ടോ. അങ്ങനെ അവരവിടെ നിന്നും തിരിച്ചു പോകുന്നുണ്ട്.